പ്രസാദ് ഉടുമ്പിശ്ശേരി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പ്രസാദ്, ആവേശകരമായ ഒരു കൊട്ടിക്കലാശം തന്നെയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. വർണ്ണാഭമായിട്ടുള്ള കൊട്ടിക്കലാശം, മൂന്ന് മുന്നണികളുടെയും പാർട്ടി പതാകകൾ എല്ലാം ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുന്ന ആ ഒരു കാഴ്ച എന്തായാലും ഏറെ ആവേശത്തോടു കൂടി തന്നെയാണ്, മത്സരിച്ച് തന്നെയാണ് ഈ ഒരു കൊട്ടിക്കലാശം അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും LDFനെ സംബന്ധിച്ച് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആവേശം ഇരട്ടിയാണ് നിലമ്പൂരിൽ എന്നുള്ളതാണ്. എല്ലാ മുന്നണികളും ഇപ്പോൾ പറഞ്ഞതുപോലെ മത്സരിച്ചാണ് ഈ ഒരു കൊട്ടിക്കലാശം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപേ നടക്കുന്ന സെമി ഫൈനൽ എന്ന പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കേരളം മുഴുവൻ നോക്കിക്കാണുന്നത്. ആ ഒരു ആവേശം ഈ ഒരു കൊട്ടിക്കലാശത്തിലും അവിടെ കാണാൻ സാധിക്കും. പ്രസാദ്, എത്രമാത്രം ആവേശഭരിതമാണ് കാഴ്ചകൾ? സംഗീത പറഞ്ഞതുപോലെ തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജയിക്കേണ്ടത് LDFനും UDFനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 തവണ LDF ജയിച്ചു വന്ന അന്ന് PV അൻവർ ആയിരുന്നു. PV അൻവറിന് UDFൽ കൂടിയുള്ള സ്വാധീനം അവസരം ഉപയോഗിച്ചുകൊണ്ടുകൂടിയാണ് ഇവിടെ 2 തവണ LDF വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കടുത്ത വിമർശകനായി, മുഖ്യമന്ത്രിയുടെ വളരെ അടുത്താളായ PV അൻവർ പിന്നീട് അദ്ദേഹത്തിന്റെ കടുത്ത വിമർശകനായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടു. അങ്ങനെയാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു നഗരസഭ ഉൾപ്പെടെ 8 തദ്ദേശ സ്ഥാപനങ്ങളിലുള്ളതിൽ 5 എണ്ണവും അതിൽ UDFനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ UDFന് വളരെ മേൽക്കൈയുള്ള ആര്യാടൻ മുഹമ്മദ് ഏറെക്കാലം ഇവിടെ MLA ആയിരുന്ന, മന്ത്രിയായിരുന്ന ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണ LDF വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്. LDFന് അത് നിലനിർത്തേണ്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം അൻവർ വിജയിപ്പിച്ച, അല്ലെങ്കിൽ അൻവർ കൂടി ഭാഗമായി നിൽക്കുമ്പോൾ മാത്രം വിജയിച്ച, കഴിഞ്ഞ 2 തവണ വിജയിച്ചത് അത് അങ്ങനെയല്ല, അത് LDFന്റെ ശക്തിയാണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് LDFനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ശക്തി കേന്ദ്രമായ നിലമ്പൂരിൽ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള, തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വലിയൊരു ഊർജ്ജം UDFനുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞാൽ LDFനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവരെല്ലാം തന്നെ പറയുന്നത് പോലെ ഒരു 3ാം LDF സർക്കാരിന് കൂടിയുള്ള ഒരു വലിയ ഊർജ്ജമായി അവർക്ക് മാറും. അപ്പോൾ ഓരോരുത്തർക്കും ഇവിടെ ജയിക്കേണ്ടതിന്റെ അനിവാര്യത, അതിന്റെ ആവശ്യകത, അതിന്റെ നിർണായകതയെല്ലാം വ്യക്തമാകുന്ന ഒരു പക്ക പൊളിറ്റിക്കൽ തെരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറുന്നു എന്നുള്ളതാണ്. ഇതിൽ ആദ്യം മത്സരിച്ച് രാജിവെച്ച സമയത്ത് PV അൻവർ പറഞ്ഞിരുന്നത് ഞാനിനി നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ UDFന്റെ ഭാഗമാകാൻ കഴിയുമെന്നുള്ളതായിരുന്നു. പക്ഷേ VD സതീശന്റെ, നമുക്കെല്ലാം അറിയാം, VD സതീശന്റെ കടുത്ത നിലപാട് മൂലം PV അൻവറിന് UDFന്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞില്ല. PV അൻവർ തന്നെ മത്സര രംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച കണ്ടു. ആദ്യമെല്ലാം തന്നെ PV അൻവറിനെ LDFും UDFും അവഗണിച്ചുകൊണ്ട് PV അൻവർ ഉയർത്തുന്ന വിമർശനങ്ങൾ അത് LDFനെതിരായാലും UDFനെതിരായാലും ആ വിമർശനങ്ങളെ അവഗണിച്ചുകൊണ്ടായിരുന്നു LDFും UDFും എല്ലാം തന്നെ അവരുടെ പ്രചാരണ രീതി, പ്രചാരണ തന്ത്രം രൂപീകരിച്ചത്. പക്ഷേ ആ സമയങ്ങളിലെല്ലാം PV അൻവർ പ്രധാനമായും ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരുന്ന മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ വന്യജീവി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രചരണ രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ചയിൽ LDF ഉണ്ട്, UDF ഉണ്ട്, NDA ഉണ്ട്. പക്ഷേ അവിടെ PV അൻവർ, നേരത്തെ അജിത്ത് പറഞ്ഞതുപോലെ PV അൻവർ വീടുകളിൽ കയറി അല്ലെങ്കിൽ സ്വകാര്യ സന്ദർശനങ്ങൾ നടത്തി വോട്ടുറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. കൊട്ടിക്കലാശത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് തന്നെയാണ്. PV അൻവറിനെ ഈ UDFന്റെ ഭാഗമാകാതെ വന്നതോടുകൂടി ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഷൗക്കത്തിന് പുറകോട്ട് പോകേണ്ടി വന്നാൽ, വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ അതിന് ഉത്തരം പറയേണ്ടി വരിക VD സതീശൻ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ VD സതീശന് നിർണായകമാണ്. VD സതീശൻ നയിച്ചിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴിച്ച് മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമായിരുന്നു. എന്നാൽ അതിനേക്കാൾ നിർണായകമായി മാറുക നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പാണ്. നേരത്തെ ജയിച്ചിട്ടുള്ള പുതുപ്പള്ളിയിലാണെങ്കിലും പാലക്കാടാണെങ്കിലും എല്ലാം UDFന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. UDFന്റെ ആ കേന്ദ്രങ്ങളിൽ നിന്നാണ് VD സതീശൻ ജയിച്ചതെങ്കിൽ ഇവിടെ കോൺഗ്രസ് കഴിഞ്ഞ 2 തവണയായി LDF ജയിച്ചു നിൽക്കുന്ന ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരാൻ UDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഇവിടെ വിജയിക്കേണ്ടത് അവരുടെ
പാർട്ടിയുടെ ആവശ്യമാണ്. പക്ഷേ ഈ കാരണങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം തൊട്ട് പ്രഖ്യാപനം മുതൽ എല്ലാ വിഷയങ്ങളും മണ്ഡലത്തിൽ ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. LDF സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായി അവരുടെ ഭരണ നേട്ടങ്ങൾ തന്നെ ഉയർത്തിക്കാട്ടിയാണ് ഈ പ്രചരണ രംഗത്തുണ്ടായത്. അതോടൊപ്പം പെൻഷൻ, ക്ഷേമ പെൻഷന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ UDF പറഞ്ഞു. അത് പക്ഷേ ഒരു കുടിശ്ശിക കൊടുത്തു തീർക്കൽ കൈക്കൂലിയായി എന്ന വ്യാഖ്യാനത്തിൽ KC വേണുഗോപാൽ നടത്തിയ ഒരു പരാമർശം അത് വലിയ വിവാദമായി. ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയത് അവരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കി. മറ്റ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളിൽ അതിന്റെ വിയോജിപ്പ് കാന്തപുരം വിഭാഗമെല്ലാം പരസ്യമായി പറഞ്ഞു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി, രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനം. ഇപ്പോൾ നമുക്കിവിടെ കാണാം സംഗീത, LDFന്റെ സ്ഥാനാർത്ഥി സ്വരാജ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് അല്പസമയത്തിനകം തന്നെ കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അതോടൊപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി, അത് പറയുമ്പോൾ BJP ആദ്യം ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല. അവർക്കൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പുതിയ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പിന്നീട് അവർ തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ആദ്യം BDJസിന് ഈ സീറ്റ് നൽകാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്.